ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നും വിജയം തന്നെയാണ്. നമ്മൾ വിജയിക്കണം, സക്സസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. നമ്മളാരും പരാജയപ്പെട്ടു പോകരുത്, ആരും തളർന്നു പോകരുത്, ആരുടെ മുമ്പിൽ തല കുനിയാൻ ഇടവരുത്തരുത്. ഇതൊക്കെ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോകാറുണ്ട്. ചില സന്ദർഭങ്ങളൊക്കെ തല കുനിയേണ്ട അവസ്ഥകൾ വരുന്നു, പരാജയങ്ങൾ നേരിടുന്നു, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരുന്നു, ചിലപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പുറപ്പാട് പുസ്തകത്തിൽ മോശ ചെയ്തൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ മോശയിലൂടെ ദൈവം ചിലത് കാണിച്ചു തന്നുണ്ട് ഇസ്രായേലിന്. അത് 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം പറയുകയാണ്, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ വിജയിക്കും, അവൻ്റെ കൈ താന്നിരിക്കുമ്പോൾ അമാലോക്ക് ജയിക്കുമെന്ന്. നമ്മൾ കേട്ടിട്ടുണ്ട്, യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ജനം അമാലോക്കരുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ എന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴെല്ലാം വിജയമാണ്. പക്ഷേ അവൻ്റെ കൈ താന്നു വരുമ്പോൾ അവൻ പരാജിതരായി പോകുന്നു ഇസ്രായേൽ ജനം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജിതം ഉണ്ടാകുന്ന എപ്പോഴെന്നറിയാം പ്രിയമുള്ളവരെ, ഞാൻ എപ്പോൾ ദൈവത്തിന് മുമ്പാകെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാതിരിക്കുന്നുവോ, എപ്പോൾ ഞാൻ ദൈവത്തിന് മുമ്പാകെ കൈ ഉയർത്തി എൻ്റെ ആവശ്യങ്ങളും എൻ്റെ യാചനകളും ഞാൻ പറയാതിരിക്കുന്നുവോ, അപ്പോഴെല്ലാം നിനക്ക് പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറിച്ച് എല്ലാറ്റിനും എനിക്ക് ദൈവം തന്ന, അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്ന സമയം മുതൽ തിരിച്ച് ഉറങ്ങുന്ന സമയം വരെയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി അവൻ്റെ മുമ്പാകെ നീ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ മുമ്പാകെ നീ യാചിക്കുമ്പോൾ, അവൻ്റെ മുമ്പാകെ നീ ഒന്ന് മുട്ടുമ്പോൾ, ഇതെല്ലാം നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. നീ വിജയത്തിലേക്ക് തന്നെ ചെന്നെത്തും. അതുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, ഒരു വ്യക്തിത്വം, ഒരു രീതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ, കിടക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വ്യക്തിത്വങ്ങളായി ഞാനും നിങ്ങളും മാറുമ്പോൾ, നീ എന്ത് പ്രാർത്ഥിച്ചാലും, നീ കണ്ണീരോടെ ഏതാവശ്യപ്പെട്ടാലും ദൈവം നിനക്ക് സാധിച്ചു തരും. ദൈവത്തിൻ്റെ കൃപ അതിന് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.